കോട്ടയം സർക്കാർ കോളേജിൽ നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ റാഗിങ്ങിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോതമംഗലത്ത് മെഴുകുതിരി ദീപം തെളിയിച്ച് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിജോയ് പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിൽ നടന്ന റാഗിംഗ് സർക്കാർ കലാലയ രാഷ്ട്രീയത്തിൽ കടിഞ്ഞാണിടാതെ അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണെന്നും പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിലും പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ഇനിയും കേരളത്തിന് കഴിഞ്ഞിട്ടില്ലെന്നും യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺസൺ കറുകപ്പള്ളിയിൽ പറഞ്ഞു. കേരളം രാഷ്ട്രീയ ലഹരി ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകളുടെ ഹമ്പായി മാറിയെന്നും ആഭ്യന്തര വകുപ്പ് തികച്ചും പരാജയമാണെന്നും കഴിഞ്ഞ 10 വർഷമായി സർക്കാരിനെ വിമർശിക്കാനും അഴിമതിക്കാരായി ചിത്രീകരിക്കുവാനും വ്യഗ്രത കാട്ടുന്ന പ്രതിപക്ഷം 2013 ബ്രൂവറിയുടെ അഴിമതി അറിഞ്ഞിട്ടും ഒന്നും മിണ്ടാതെ ഇരുന്നിട്ട് ഇപ്പോൾ നടത്തുന്ന ജൽപ്പനം കേരളത്തിലെ ജനം തിരിച്ചറിഞ്ഞെന്നും കേരളത്തിൽ ഒരു പ്രതിപക്ഷം ഇല്ല എന്നും മുഖ്യപ്രഭാഷണത്തിൽ ആം ആദ്മി പാർട്ടി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് ഗോമിതാദൻ KS കുറ്റപ്പെടുത്തി. നിയോജക മണ്ഡലം സെക്രട്ടറി റെജി ജോർജ് മെഴുകുതിരി കത്തിച്ച് ദീപം തെളിയിച്ച് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. MA രവി കീരമ്പാറ, പിയേഴ്സൺ K ഐസക്, CK കുമാരൻ, ട്രഷറർ ലാലു മാത്യു, ആനി PT, മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റ് സാബു കുരിശിങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. സമരം നടത്തിയ ഇപ്പോൾ തന്റെ പൊട്ടിക്കേറി ഒളിച്ചിരിക്കുകയാണ്. ബ്രൂവറിയുടെ വിഷയം പറഞ്ഞു. എന്താ പറഞ്ഞത്? 2013 കേരളത്തിൽ ബ്രൂവറി തുടങ്ങുവാനായിട്ട് ഗുജറാത്ത് ആസ്ഥാനമായ ഒരു കമ്പനി വാട്ടർ അതോറിറ്റിയിൽ 2013 അപേക്ഷ കൊടുത്തു എന്നാണ് പറയുന്നത്. 2013 അപേക്ഷ കൊടുത്ത ശ്രീ VD സതീശൻ അറിയാമെങ്കിൽ ഇത് അന്ന് അഴിമതി ചൂണ്ടിക്കാണിക്കണ്ടേ? പുള്ളി ചൂണ്ടിക്കാണിച്ചില്ല. അദ്ദേഹത്തിന്റെ പോക്കറ്റിലേക്ക് തൊട്ടുകൾ വന്നപ്പോൾ അഴിമതിയില്ല. എൻലൈറ്റ് ന്യൂസ് കോതമംഗലം.